പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ആമേൻ. പിതാവായ ദൈവമേ, ഭാവിയായ ഞങ്ങളുടെ മേൽ കരുണയുണ്ടായിരിക്കണമേ. സർവശക്തനായ ദൈവമേ, ഈ അനന്തമായ സ്നേഹത്തെ ഓർത്ത് അങ്ങേ സ്തുതിക്കണാറായിട്ട് നന്ദിവരെ മാറ്റപ്പെടുത്തുന്നു. പരിശുദ്ധ പരമദിവ്യകാരണീശോയ്ക്ക് ഏതിനേറെ ആരാധനയും സ്തുതിയും പുകഴ്ചയുണ്ടായിരിക്കട്ടെ. പ്രിയ ദൈവജനമേ, കർത്താവായ യേശു ക്രിസ്തു ഈ ദിവസം നമ്മൾക്ക് അവിടുന്ന് നമ്മളെ കാത്തു പരിപാലിച്ച വലിയ സ്നേഹത്തെയും കാരുണ്യത്തെയും ഓർത്ത് നമുക്ക് സ്തുതിക്കാൻ ആരാധിക്കാൻ നന്ദി പറയാൻ മാറ്റപ്പെടുത്താം. ഈ പുതിയൊരു പ്രഭാതം വലിയ കരുണയെ ഓർത്ത് നന്ദി പറഞ്ഞുകൊണ്ട് ഇന്ന് അവിടുന്ന് പരിശുദ്ധാത്മാവ് നമ്മൾക്ക് നൽകിയിട്ടുള്ള തിരുവചനം സേവിക്കാം, ധ്യാനിക്കാം. പ്രഭാഷകൻ പുസ്തകത്തിൽ 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ് നമുക്കിന്ന് ധ്യാനിക്കാം. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നേരായ മാർഗത്തിൽ ചരിക്കുക, കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുവിൻ. വഴുതി വീഴാൻ തെറ്റരുത്. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കുവിൻ. പ്രിയ സഹോദരനെ, തിരുവചനം ഒരിക്കൽ കൂടി നമ്മൾ സേവിക്കാം. പ്രഭാഷകൻ പുസ്തകത്തിൽ 1-ാം അധ്യായം 6, 7, 8 വാക്യങ്ങളാണ്. കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. എന്താണ് അവിടെ അവിടെ അറിവ് ചെയ്യുന്നത്? പ്രിയ സഹോദരനെ, കർത്താവിൽ ആശ്രയിക്കുക, അവിടുന്ന് നിന്നെ സഹായിക്കും. നമ്മൾ മനുഷ്യരിലെയാണ് കൂടുതൽ ആശ്രയം തേടുന്നില്ലേ? നമ്മൾ പലപ്പോഴും എവിടെയാണ് നമ്മൾക്ക് പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും കൂടുതൽ ചിലപ്പോൾ ബന്ധുക്കൾ അല്ലെങ്കിൽ സഹോദരനല്ല, ചിലപ്പം കൂട്ടുകാരായിരിക്കും നമ്മൾക്ക് ആദ്യം ചെന്ന് നമ്മളെ ആവശ്യങ്ങൾ ചെന്ന് പറയുന്നത്. പക്ഷെ അതിനേക്കാണ് ഈശോ വ്യക്തമായിട്ട് പറയുന്നുണ്ട്, കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് സഹായിക്കും. ദൈവാശ്രയമില്ലാത്തത് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും പല ഇടങ്ങേറും ബുദ്ധിമുട്ടും പ്രയാസത്തോടെ കടന്നു പോകുന്നത്. പിന്നെ എന്താണ്? നേരായ മാർഗത്തിൽ ചരിക്കുക. കർത്താവിൽ ആശ്രയിച്ചാൽ മാത്രം പോരാ, ദൈവവചനം പാലിക്കാനും ദൈവത്തിന് ചട്ടങ്ങളും നിയമങ്ങളും പാലിച്ചുകൊണ്ട് അവിടുത്തെ സ്നേഹത്തെ നമ്മൾ തിരിച്ചറിഞ്ഞുകൊണ്ട് അത് പകർന്നു കൊടുക്കാനായിട്ട് സാധിക്കണം. അതിന് നേരായ മാർഗത്തിൽ ചരിക്കുക. അതുപോലെ കർത്താവിൽ പ്രത്യാശ അർപ്പിക്കുക. ദൈവത്തിൽ മാത്രം പ്രത്യാശ അല്ല, മനുഷ്യരുടെ പ്രത്യാശ ഒരിക്കലും നമുക്ക് നിരന്തരമല്ല. അത് പലപ്പോഴും നമുക്ക് പ്രയാസങ്ങളും സഹനങ്ങളും ചിലപ്പോൾ കഷ്ടതകൾ മാത്രമേ നേരിടാൻ സാധിക്കുള്ളൂ. കർത്താവിൽ മാത്രം പ്രത്യാശ അർപ്പിക്കുക. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കും. കർത്താവിൻ്റെ ഭക്തർ ദൈവത്തിൻ്റെ ഭക്തരാകണം. നമ്മൾ ദൈവത്തിൻ്റെ ഭക്തരാകാതെ, ദൈവത്തിനെ സ്നേഹിക്കാതെ, ദൈവത്തിൻ്റെ വലിയ കരുതലയും അവിടുത്തെ നമ്മളെ എത്രത്തോളം പരിപാലിക്കുന്നത്, എത്രത്തോളം നമ്മളെ കാത്ത് പരിപാലിക്കുന്നതിനുള്ള അവിടുത്തെ തിരിച്ചറിയാതെ പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഈ കർത്താവിൻ്റെ വചനം നമ്മൾക്ക് മനസ്സിലാവില്ല. കർത്താവിൻ്റെ ഭക്തർ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ദൈവത്തിൻ്റെ കരുണ എപ്പോഴും നമ്മൾക്ക് ഇല്ലാതെ നമ്മൾക്ക് ഒരിക്കലും ഈ ജീവിതകാലം മുന്നോട്ട് നീക്കാൻ സാധിക്കില്ല. ദൈവത്തിൻ്റെ കരുണയാണ് നമ്മളെ വഴി നടത്തുന്നത്. ദൈവത്തിൻ്റെ കരുതലാണ് നമ്മളെ വഴി നടത്തുന്നത്. ഈ ദിവസം മുഴുവൻ നമ്മൾക്ക് നമ്മൾ വിചാരിക്കും നമ്മൾ ചെയ്യുന്ന ഓരോ ജോലികളും ഓരോ മേഖലയും നമ്മൾ സമ്പാദിച്ച് നമ്മൾ ജോലി ചെയ്തുകൊണ്ടാണ്, നമ്മൾ അധ്വാനിച്ചുകൊണ്ടാണ് നമ്മൾ ജീവിച്ച് പോകുന്നത്. അതല്ല, തെറ്റാണ്. കർത്താവിൻ്റെ കരുണ ലഭിക്കുന്നുണ്ടാണ് നമ്മൾ ജീവിക്കുന്നത്. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ കരുണയ്ക്ക് വേണ്ടി കാത്തിരിക്കുന്നു. ആ കരുണയ്ക്ക് വേണ്ടി നമ്മൾ കാത്തിരിക്കാൻ പ്രിയ സഹോദരനെ, മനുഷ്യനെ കാത്തിരിക്കുന്ന ഒരു ലിമിറ്റ്, ഒരു പരിമിതിയേ ഉള്ളൂ. ദൈവത്തിലേക്ക് മാത്രമേ നമ്മൾ കാത്തിരിക്കാം. വഴുകാതിരിക്കാൻ വഴി തെറ്റരുത്. വഴുതെന്ന് വെച്ചാൽ വഴി വിടാതിരിക്കുക വെച്ചാൽ നമ്മൾ ചില കാര്യങ്ങൾ നടന്ന് നമ്മൾ ചെയ്യുന്ന ഓരോ പ്രവൃത്തിയിലും അത് നേരായ മാർഗത്തിലാണോ, ദൈവത്തിന് ദൈവികമാണോ, അല്ല ദൈവത്തിന് എതിരായിട്ടാണോ എന്നുള്ളത് നമ്മൾ തിരിച്ചറിയണം. അല്ലെങ്കിൽ വഴി തെറ്റ്, അതാണ് വഴി തെറ്റരുത് എന്ന് പറയുന്നത്. കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ ആശ്രയിക്കും. കർത്താവിൻ്റെ ഭക്തരെ, ദൈവത്തിൻ്റെ മക്കളായ നമ്മൾ ദൈവത്തിലേക്ക് മാത്രം ആശ്രയിക്കാനാണ് ഈശോ അവിടെ അരുൾ ചെയ്യുന്നത്. പ്രിയ സഹോദരനെ, ഈ വചനം നമ്മൾക്ക് എത്രത്തോളം മനസ്സിലാകുന്നതിനുള്ളത് അവിടുത്തെ ആത്മാവിൻ്റെ ഒരു സഹായം കൂടാതെ നമ്മൾക്ക് സാധിക്കില്ല. സാധാരണ വചനം മുഴുവനും, ഈ തിരുവചനം മുഴുവനും നമ്മൾ ധ്യാനിക്കാൻ നമ്മളെ കൊണ്ട് സാധിക്കുമെന്നറിയില്ല. അത് പരിശുദ്ധാത്മാവിൻ്റെ ഒരു നമ്മൾക്ക് ഒരു അഭിഷേകം, അതുപോലെ ജ്ഞാനം ഉണ്ടെങ്കിൽ നമുക്ക് ദൈവവചനം കൂടുതൽ മനസ്സിലാക്കാനും ധ്യാനിക്കാനും സാധിക്കുള്ളൂ.
കർത്താവിൻ്റെ ഈ നമുക്ക് തിരുവചനം കർത്താവിൽ ആശ്രയിക്കുക, അവിടെ നിന്ന് നിന്നെ സഹായിക്കുക. നമുക്ക് ഈ ദിവസം ഇനിയുള്ള നമ്മുടെ ജീവിതകാലം മുഴുവനും കർത്താവിൻ ദൈവത്തിന് മാത്രം ആശ്രയം തേടാനായിട്ട് ആഗ്രഹിക്കാം. അവർ കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ. പ്രിയ സഹോദരങ്ങളെ, നമ്മൾ പൂർണ്ണമായി ഈ വചനത്തെ ധ്യാനിച്ചുകൊണ്ട് ഈ ദിവസങ്ങളിൽ നമുക്ക് ഇനി ഇരിക്കുന്ന കാലം മുതലും ദൈവവചനത്തെ പൂർണ്ണമായി ഗ്രഹിക്കാം, ദൈവത്തിനെ വിശ്വസിക്കാം, ദൈവത്തിലെ ആശ്രയിക്കാം. അവർ കൃപ അവർ നൽകട്ടെ. നമ്മൾ പ്രാർത്ഥിച്ചുകൊണ്ട്